ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ തിരിച്ച് നാട്ടിൽ നിന്ന് പൂനെയിലെത്തിയിട്ടോ. അപ്പോൾ ഞാൻ സ്കൂളിലൊക്കെ തുറന്നു. കുറച്ച് ദിവസം അതിൻ്റെ ബാക്കിലായിരുന്നു. അപ്പം ഇന്നിവിടെ ജൂൺ 21 ഇവിടുത്തെ ഒരു പ്രത്യേക ദിവസമാണ് കേട്ടോ. അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ തോന്നി. ഞാനും അമ്പലത്തിൽ പോയതാണ്. അപ്പോൾ ഇവിടെ ഉള്ളൊരു ഹനുമാൻ മന്ദിറിലാണ് ഞാൻ ഇന്ന് പോയത്. ഇന്നത്തെ ദിവസം മഹാരാഷ്ട്രക്കാരുടെ വഡ് പൂർണിമ ആണ്. അതെന്താന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഭർത്താക്കന്മാരുടെ അനുഗ്രഹത്തിനും ദീർഘായുസ്സിനും ഒക്കെ വേണ്ടിയിട്ട് ഉപവാസമൊക്കെ അനുഷ്ഠിക്കുന്ന ഒരു സംഭവമാണ് വഡ് പൂർണിമ. പിന്നെ വേറെ എന്തോ ഒരു പേരും കൊണ്ടുണ്ട്, സാവിത്രി വ്രതം എന്നോ അങ്ങനെ എന്തോ ഒന്ന് പറയും. ഇവർ ഫ്രൂട്ട്സ്, പാല് അങ്ങനത്തെ മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. വേറെ ഒരു ചപ്പാത്തിയോ ചോറോ ഒന്നും കഴിക്കില്ല. ഇപ്പം രാവിലെ ഇവർ നന്നായിട്ട് ഒരുങ്ങി നല്ല ഭംഗിയായിട്ടാട്ടോ വരിക. എന്നിട്ട് ഇത് ആല് കണ്ടോ, ഈ ആലിനെ ഇങ്ങനെ നൂല് ചുറ്റുകയാണ് ചെയ്യുക. എത്രയോ ഒരു പ്രാവശ്യമുണ്ട്, 9 or 11 അങ്ങനെ ഒരു ഇതിൽ ഇവരിതങ്ങനെ നൂല് ഇതങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കട്ടിയുള്ള ഒരു നൂലാട്ടത് ആലിൻ്റെ ചുറ്റും ഇങ്ങനെ. ഇതിപ്പോൾ രാവിലെ ആയതുകൊണ്ട് ആൾ കുറവാണ്. കുറച്ച് കഴിഞ്ഞാൽ അത് നല്ലോണം ആൾ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ ഇവിടെ. അതിൻ്റെ കൂടെ ചെറിയ ഉണ്ട കാണുന്നില്ല, അത് കപ്പൂസാണ്. അതായത് കോട്ടൺ ഇല്ലേ, നമ്മൾ വിളക്ക് കത്തിക്കാനൊക്കെ ഉപയോഗിക്കുന്ന പഞ്ഞി, അതും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ഇതൊക്കെ രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോൾ പൂജയ്ക്കുള്ള എല്ലാ സാധനങ്ങളായിട്ട് ഒരു താലത്തിലിട്ടിട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതിൽ ഫ്രൂട്ട്സ്, പാല്, വെള്ളം, പിന്നെ കുറേ പഞ്ചസാര, അങ്ങനെ ഒരുവിധം എല്ലാ ഫ്രൂട്ട്സുകൾ, തേങ്ങ, അങ്ങനെ എല്ലാ കുറേ സംഭവങ്ങളുണ്ടാവും. ഇതൊക്കെ ഇത് രാവിലെയൊക്കെ വന്നിട്ട് ആൾക്കാർ ചെയ്തു പോയതാട്ടോ. അപ്പോൾ ചുറ്റാൻ വേണ്ടിയുള്ള എളുപ്പത്തിന് ഇവിടെ ഈ മരത്തിൻ്റെ ഇവിടെ ഇങ്ങനെ ആ നൂല് അവിടെ കെട്ടിവെച്ചിരിക്കും. എന്നിട്ടാണ് ഇതിങ്ങനെ ഇങ്ങനെ കെട്ടിയിട്ട് ഇതിങ്ങനെ ചുറ്റുകയാണ് ചെയ്യുന്നത്. ഇവർ കൊണ്ടുവന്ന പാത്രത്തിൽ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. നിലക്കടല എന്തൊക്കെയോ ഉണ്ട്. കുറേ ഇവിടെ പൂജ ചെയ്ത് കഴിഞ്ഞാന്ന് തോന്നുന്നുണ്ട്, അതാണ് അതിൽ കാണാത്തത്. പിന്നെ വീട്ടിൽ നിന്ന് തന്നെ എന്തെങ്കിലും സീഡ്സ് ഉണ്ടാക്കി കൊണ്ടുവരിക അങ്ങനെയൊക്കെ ചെയ്യും. നൂല് ഇവിടെ കെട്ടിയിട്ട്. ഇപ്പം നേരത്തെ അവിടെ കണ്ടത് ആൽമരത്തിൻ്റെ ആയിരുന്നു. ഇപ്പോൾ അവിടെ നല്ല തിരക്കായതുകൊണ്ട് ഇവിടെ ഉള്ള ഒരു മരത്തിന് ചുറ്റുമാണ്. നൂല് ചുറ്റാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാട്ടോ അവിടെ ഇങ്ങനെ നന്നായിട്ട് കെട്ടി വെക്കുന്നുണ്ട്. എന്നിട്ടാണ് അതിൻ്റെ ഒരു ഇതെടുത്തിട്ട് ചുറ്റുക. ഇവരിതാ ചുറ്റാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ നിന്നപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് വീഡിയോ എടുത്തു തരുമെന്ന് പറഞ്ഞു. അവരെ ഫോണിൽ. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ശരി, എടുത്തു കൊടുക്കാൻ. എനിക്കൊരു വീഡിയോ ഇല്ലല്ലോ. ഇതിങ്ങനെ വൈകുന്നേരം 6 മണി 7 മണി വരെയൊക്കെ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ വന്ന് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ഇതിനി നാളെ രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ആൽമരം ഫുള്ള് ഭയങ്കര കട്ടിയായിട്ട് ഈ നൂലുണ്ടാവും. പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ട് അത് അമ്പലത്തിൻ്റെ ആൾക്കാരെ അടുത്ത് കളയുക ചെയ്യാം. ആദ്യം വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പൂജാ സാധനങ്ങൾ കൊണ്ട് ഈ മരത്തിന് ചുറ്റും പൂജ ചെയ്യും. എന്നിട്ടാണ് ഈ നൂല് ചുറ്റുക. ഇനി ഇവര് ഭർത്താവിൻ്റെ കാലൊക്കെ ഒന്ന് തൊട്ട് തലയിൽ വെക്കുക, ഭർത്താവിന് പൂജ ചെയ്യുക. അതൊക്കെ ഈ ദിവസമാണ് ചെയ്യുന്നത്. അങ്ങനെ 9 or 11 ഒക്കെ ആയി. അങ്ങനെ അവസാനം ഈ നൂല് കൊണ്ടുവരുത്തുക. ബാക്കിയുള്ള നൂലും കൂടെ അവിടെ ഇങ്ങനെ ബാക്കിയുള്ള ഇതിന് മുന്നൊക്കെ വന്ന് വെച്ച് പോയതാണ്. നല്ലൊരു കട്ടിയുള്ള ടൈപ്പ്, തീരെ പൊട്ടാത്ത നൂലില്ലേ, അതാണ് അത്. അങ്ങനെ ഞാൻ അവർക്ക് ഇവരിതാ റോഡിന്റെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ ഒരു സൈഡിൽ വന്നിട്ട് ഇവരിതാ ഹൽദി കുങ്കുമം, അതായത് കുങ്കുമവും മഞ്ഞളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തൊടും. ഇങ്ങനെ എല്ലാവരും വരുന്നവരൊക്കെ ഇവിടെ തന്നെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇവിടെ കവറിൽ നിന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ എടുക്കുകയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം ചുറ്റൽ കഴിഞ്ഞുള്ള ഒരു പൂജ കേട്ടോ. അത് വേറെ അരിയാന്ന് തോന്നുന്നുണ്ട് ഇടുന്നത്. അരി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ കാല് തൊട്ട് വന്നിക്കുന്നുണ്ട്. പിന്നെ ഹൽദി കുങ്കുമം തൊടുന്നുണ്ട്. അങ്ങനെ തിരിച്ചും അങ്ങോട്ടും ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പൊ ഈ വഡ് പൂർണിമയ്ക്ക് ഒരു കഥ ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. മഹാഭാരതത്തിൽ ഒരു സാവിത്രിയുടെ കഥ ഉണ്ടോലെ. മഹാരാഷ്ട്ര പോലെ തന്നെ ബീഹാർ, ഒഡീഷ, അങ്ങനെ വേറെ ചില സംസ്ഥാനങ്ങളൊക്കെ ഇത് ആഘോഷിക്കുന്നുണ്ട് കേട്ടോ. ഇവർക്ക് ഞാൻ വീഡിയോ ഒക്കെ എടുത്തു കൊടുത്തല്ലോ, അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ ഒക്കെ കിട്ടി.
ഇങ്ങനെ ഇത് 2-3 പ്രാവശ്യം ഇങ്ങനെ അരി എടുത്തിട്ട് അവരുടെ കയ്യിലേക്ക് വെക്കുന്നുണ്ട്. എന്നിട്ട് അതിനുശേഷം ഇങ്ങനെ കാല് തൊട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് താലീനെ മേലെ ഒരു ചെറിയ നൂല് കെട്ടി കൊടുക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇപ്പൊ ഇതാ പിന്നെ ഇങ്ങനെ ആളുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മളെ നാട്ടിലത്തെ പോലെ ഇന്ന സമയത്ത് അമ്പലത്തിൽ പോവാ നടയടയ്ക്കോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. എപ്പോൾ വേണമെങ്കിലും പോവാം. ഇപ്പൊ പൂജാരി ഒന്നും ഉണ്ടാവില്ല, നമ്മൾ തന്നെയാണ് പൂജ ചെയ്യുക. ഇതാണ് ഇവിടുത്തെ വട്ട് പൂർണിമ. ഇതുപോലത്തെ ഇവിടുത്തെ കാഴ്ചകളായിട്ട് ഇനിയും കാണാം. അപ്പൊ ബൈ.